യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചന ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ സുവിശേഷ ചിന്താവിഷയം. സ്വന്തം ജീവിതത്തിൽ വലിയൊരു തകർച്ചയോ നഷ്ടമോ മുന്നിൽ കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിങ്ങളുടെ ഹൃദയം എപ്പോഴെങ്കിലും ഭാരപ്പെട്ടിട്ടുണ്ടോ? പ്രിയ സഹോദര സഹോദരി, അന്ത്യത്താഴവേളയിൽ വിട പറഞ്ഞു പോകുന്ന ഈശോയെ കേട്ടപ്പോൾ ശിഷ്യന്മാരുടെ മനസ്സിലും ഇതേ ആകുലതയും ഭയവുമായിരുന്നു നിറഞ്ഞത്. എന്നാൽ ഈശോ അവരോട് അരുളി ചെയ്യുന്നത് ഹൃദയത്തിൽ അസ്വസ്ഥത ഉണ്ടാകരുത് എന്നാണ്. ഈ ലോകത്തിലെ സകല കഷ്ടപ്പാടുകൾക്കും അപ്പുറം പിതാവിന്റെ ഭവനത്തിൽ നമുക്കായി വലിയൊരു വാസസ്ഥലം അവിടുന്ന് ഒരുക്കുന്നുണ്ട്. ഈ സ്വർഗീയ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വഴിയും സത്യവും ജീവനും താൻ തന്നെയാണ് എന്ന് ഈശോ ഇവിടെ അസന്നിഗ്ധമായി വ്യക്തമാക്കുന്നു. ലക്ഷ്യമറിയാതെ ഉടലുന്ന മനുഷ്യന് കൃത്യമായ വഴി കാട്ടിത്തരുന്ന ഈ വലിയ രഹസ്യമാണ് കത്തോലിക്കാ സഭ ഇന്നും നമുക്ക് പകർന്നു തരുന്നത്. അവിടുത്തെ വിശ്വസിക്കുന്നവർക്ക് ഇതിലും വലിയ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കും എന്ന വലിയൊരു വാഗ്ദാനവും അവിടുന്ന് നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നുണ്ട്. കർത്താവായ യേശുവിനെ പൂർണ്ണമായി അറിയുകയും അവിടുത്തെ പ്രവൃത്തികളിൽ പങ്കാളികളാകുകയും ചെയ്യുക എന്നതാണ് ഒരു ക്രിസ്ത്യാനിയുടെ പരമമായ ധർമ്മം. കർത്താവിൽ വിശ്വസിക്കുന്ന ഒരുവന്റെയും ഹൃദയം ഭാരപ്പെടുകയില്ല. കാരണം നാം വിശ്വസിക്കുന്നത് മരണത്തെ പോലും തോൽപ്പിച്ച ദൈവപുത്രനിലാണ്. തളർന്നു പോകുന്ന നിമിഷങ്ങളിൽ ദൈവത്തിന്റെ കരുതൽ എത്ര വലുതാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. നമ്മെ അനാഥരായി വിടുകയില്ലെന്ന് ഉറപ്പു നൽകിയ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ എല്ലാ ഭാരങ്ങളെയും ഈ നിമിഷം നമുക്ക് സമർപ്പിക്കാം. അവിടുത്തെ തിരുമുഖം ദർശിക്കാൻ കർത്താവിന്റെ തിരുമുഖം നോക്കി, കർത്താവെ, അവിടുത്തെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. സത്യത്തിന്റെ വഴിയിലൂടെ മാത്രം ചരിക്കാനും ജീവന്റെ നിറവിൽ ആനന്ദിക്കാനും പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും വഴി നടത്തട്ടെ. പിതാവായ ദൈവത്തിന്റെ ഭവനത്തിൽ നമുക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യമായ സന്തോഷത്തിൽ പങ്കുചേരാൻ നമ്മുടെ ഹൃദയങ്ങളെ ഇപ്പോഴേ ഒരുക്കാം. അങ്ങനെ ഈ ലോകത്തിലെ താൽക്കാലികമായ വിഷമങ്ങളെ മറികടക്കാനുള്ള വലിയൊരു ദൈവവിശ്വാസം നമുക്ക് ഓരോരുത്തർക്കും സ്വന്തമാക്കാം. ഈശോ മിശിഹായുടെ വലിയ കൃപയും പിതാവായ ദൈവത്തിന്റെ അനന്തമായ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ വലിയ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. വർഷം മുഴുവനും സുവിശേഷ ചിന്തകളും നൊവേനകളും പ്രാർത്ഥനകളും പുതിയ പോഡ്കാസ്റ്റുകളും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മെയ് മാസം 1 തീയതി മുതൽ ആരംഭിച്ചിട്ടുള്ള കത്തോലിക്കാ സഭയുടെ POC ബൈബിൾ പതിപ്പിനെ ആസ്പദമാക്കിയിട്ടുള്ള 100 ഡേ ബൈബിൾ റിഫ്ലക്ഷൻ അതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ലിങ്കായി സമർപ്പിക്കുന്നു.